വേദിയിലും സദസ്സിലുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, ആദ്യമായിട്ട് ഇന്നൊരു അവസരം പച്ചത്തുരുത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചതാണെന്ന നിലയിൽ അതിൻ്റെ വിശദാംശങ്ങൾ സമൂഹത്തിലെമ്പാടും വിശദീകരിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് മാത്രമല്ല ഒട്ടേറെ മറ്റു പരിപാടികൾ തൃശ്ശൂർ ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത കാലത്ത് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്ന പരിപാടികൾ പക്ഷേ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ തൃശ്ശൂര് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രത്യേകം ചെങ്കുക്കാവ് ഡിവിഷൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളടക്കം 4-5 പേര് പങ്കെടുത്ത പബ്ലിക് ലൈബ്രറിയിലൊരു സംവാദം ഇതിനെ സംബന്ധിച്ച് മൃഗശാല മ്യൂസിയത്തെ സംബന്ധിച്ച് അതിൻ്റെ പച്ചത്തുരുത്തിനെ സംബന്ധിച്ചുള്ള സംവാദം നടത്തിയിരുന്നു. നമുക്ക് സന്തോഷകരമായ കാര്യം എല്ലാവരും അവിടെ പങ്കെടുത്ത എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥി അത് മത്സരത്തിന് മുമ്പായിരുന്നു, അതിന് മുമ്പ് അങ്ങനെ എല്ലാവരും പങ്കെടുത്തു. പക്ഷേ അതിന് ശേഷം ജയിച്ച ജയിച്ചവരടക്കമുള്ളവർ നമുക്ക് തന്ന വാഗ്ദാനം ഈ ഒരു പച്ചത്തുരുത്ത് അല്ലെങ്കിൽ പച്ചപ്പ് നിലനിർത്തണം, എന്ത് വില കൊടുത്തുമോ നിലനിർത്തും എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിലെ പഠനത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ നിലയ്ക്ക് തികച്ചും സന്തോഷകരമായൊരു കാര്യമാണ്. ഞാനത് സൂചിപ്പിക്കുന്ന കാരണം സാഹിത്യം പോലെ വളരെ വ്യത്യസ്തമായ സബ്ജക്റ്റുകളെ സംബന്ധിച്ച് സാഹിത്യമായി ബന്ധപ്പെട്ടുള്ളവരുമായിട്ടുള്ള ഒരു സംവാദ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംവാദ പരമ്പരയിൽ ഞങ്ങൾ ഈ പഠിച്ച ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുള്ള അവസരം ലഭിച്ചത് എൻ്റെ സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വലിയ തരത്തിൽ സമൂഹത്തിൽ വേരൂന്നി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ലോകത്തിൽ നടക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ നമ്മുടെ വികസന കാഴ്ചപ്പാടുകളൊക്കെ തന്നെ നിൽക്കുന്നത് പലപ്പോഴും വലിയ മാളുകളും അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളും വലിയ റോഡുകളും ഇതൊക്കെയാണ് ഒരു സാധാരണ മനുഷ്യനെ വികസനം സംബന്ധിച്ച് മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു സ്റ്റേജ് എത്തിയിരിക്കുന്നു എന്ന് കുറേ പേരെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അപകടകരമായ ഒരു പോക്കിലേക്കാണ് മനുഷ്യ വംശം നമ്മുടെ എല്ലാ സർവ്വചരാചരങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ള ഒരു സത്യം റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ് ഇപ്പോൾ എന്നുള്ളത് ആണ് എനിക്ക് അതേ സൂചിപ്പിക്കാനുള്ളത്. കാലാവസ്ഥാ മാറ്റം വളരെ അതിഭീകരമായി തന്നെ മനുഷ്യ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന പ്രളയങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ഉഷ്ണക്കാറ്റുകളൊക്കെ തന്നെ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ആഗോള താപനത്തിൻ്റെ ഇമ്പാക്റ്റ്, പ്രത്യാഘാതങ്ങൾ നമ്മൾ സാധാരണ മനുഷ്യർ മാത്രമല്ല, സാധാരണ ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ ഏകദേശം 17 ലക്ഷം പേരെ കടൽ തീരത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കടലേറ്റം വലിയ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അതിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒരുപക്ഷെ വലിയ തോതിൽ ഇത് അനുഭവിക്കാത്ത ഒരു സമൂഹം എന്ന നിലയിൽ പക്ഷേ ഏറ്റവും രൂക്ഷമായി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ പോകുന്ന ഒരു 1.5 കോടി ജനങ്ങൾ എന്ന രീതിയിൽ ഒരുപക്ഷെ ഇത് റിയലൈസ് ചെയ്യേണ്ട സമയമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളെപ്പോലെ ഈ 1.5 കോടി ജനങ്ങൾ അധിവസിക്കുന്നത് പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഒരു വലിയ മലനിരകൾക്കിടയിലാണ്, അല്ലെങ്കിൽ അതിന് താഴെയാണ്. അതുപോലെ തന്നെ കടലിനിടയിലാണ്. കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ കിടക്കുന്ന വളരെ വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ കടലിൻ്റെ ആഘാതങ്ങളും ചുഴലിക്കാറ്റുകളും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ പശ്ചിമഘട്ടത്തിൻ്റെ എല്ലാ മണ്ണൊലിപ്പും വെള്ളത്തിൻ്റെ ഒഴുക്കുകളും പുഴയുടെ നാശവും ഒക്കെ ബാധിക്കുന്ന ഒരു സമൂഹ നിലയിൽ ഒരുപക്ഷെ ഒരു സാൻഡ്വിച്ച് ആക്കപ്പെടുന്ന രണ്ടിനും ഇടയിൽ കിടന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപക്ഷെ കാലാവസ്ഥാ അഭയാർത്ഥികളെ പോലെ മാറ്റപ്പെടേണ്ട ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭീതി ഉണർത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഭാവിയെ നമ്മൾ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പച്ചത്തുരുത്തുകൾ, ഇത്തരത്തിലുള്ള പച്ചപ്പുകൾ സംരക്ഷിക്കാൻ സമൂഹം മുന്നോട്ട് വരേണ്ട ആവശ്യകതയെ സംബന്ധിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അതിൻ്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾ കുറച്ച് ഒരു 5-8 പേര് അടങ്ങുന്ന ഒരു സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം തൃശ്ശൂർ മൃഗശാല മ്യൂസിയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് പുത്തൂരിലേക്ക് മാറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോൾനിലങ്ങളുടെ ഈ ടൗണിന് ചുറ്റും കാണപ്പെടുന്ന കോൾനിലങ്ങളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. എങ്ങനെയാണ് ശോഭാ സിറ്റിയും അതുപോലത്തെയുള്ള പ്രദേശങ്ങളൊക്കെ വലിയ സമ്പന്നം കൈയടക്കിക്കൊണ്ട് നമ്മുടെ
തൃശ്ശൂരിൽ വീഴുന്ന ഓരോ മലിനജലത്തിനെയും വലിച്ചെടുത്ത് അത് കടലിലേക്ക് എത്തിക്കുന്ന ഈ കോൾനിലങ്ങൾ, ചുറ്റുപാട് കിടക്കുന്ന ഈ കോൾനിലങ്ങൾ എങ്ങനെയാണ് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ പഞ്ചനക്ഷത്ര കെട്ടിടങ്ങൾ നമ്മുടെ കോൾനിലങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പക്ഷേ നമ്മുടെ എല്ലാ മലിനീകരിക്കപ്പെടുന്ന വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ വസ്തുക്കളെയൊക്കെ തന്നെ വലിച്ചെടുത്തു അത് കടലിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ഒരു പ്രവാഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കോൾനിലങ്ങൾ അപകടകരമായ രീതിയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചുറ്റുപാട് ഒരുപക്ഷെ നമ്മുടെ തൃശ്ശൂർ ഒരു ഐലൻഡ് മാതിരിയാണ് കിടക്കുന്നത്. പല ചുറ്റുപാട് മുഴുവൻ കോൾനിലങ്ങളും വെള്ളക്കെട്ടുകളും നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ടൗണിന് ഒരു വലിയ പച്ചത്തുരുത്തികളെ സംബന്ധിച്ച്, പച്ചപ്പിനെ സംബന്ധിച്ച്, കോൾനിലങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ചില 2008-നും 2019-ലൊക്കെ 2018-നും 2019-ലൊക്കെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് വെള്ളം കയറിയെന്ന ഒരു കാലത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ തൃശ്ശൂർ നഗരത്തിൽ ഇങ്ങനെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം? അത് നമ്മൾ അധികം നോക്കണ്ട, പുഴയ്ക്കലേക്ക് പോയാൽ മതി. പുഴയ്ക്കൽ തോടുകൾ എങ്ങനെ അതിൻ്റെ വീതി കുറഞ്ഞെന്നും എന്തുകൊണ്ട് വലിയ അമ്പലചുംബികളായുള്ള കെട്ടിടങ്ങൾ വന്ന് ഈ വെള്ളത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതൊക്കെ തന്നെ പുഴയ്ക്കൽ പോയാൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ വലിയ സമ്പന്നർ നമ്മുടെ ആവാസ വ്യവസ്ഥകളെ കൈയടക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളായിട്ട് ഇതൊക്കെ തന്നെ മാറുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഒരു നേർക്കാഴ്ചയായിട്ട് നമുക്ക് തൃശ്ശൂര് കാണാൻ കഴിയും. ഇതെല്ലാം മനസ്സിലുള്ള ഒരു സംശയങ്ങളും മനസ്സിലുള്ള വേദനകളും ഒക്കെ പേറുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിത്വച്ച് എന്ന നിലയ്ക്ക് ഞങ്ങൾ മൃഗശാലയെ അങ്ങനെയാണ് കണ്ടത്. ഈ മൃഗശാല അല്ലെങ്കിൽ സൂ എന്ന് പറയുന്ന ആ പച്ചത്തുരുത്ത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊരു വലിയ ബേസിക് ആയിട്ടുള്ളൊരു ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നു. കാരണം നമ്മുടെ മൃഗശാല പുത്തൂരിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനടി നമുക്കറിയാം വെട്ടുകിളികളെ പോലെ ഇത് മുഴുവൻ തിന്നു തീർക്കാൻ കാത്തിരിക്കുന്ന കുറേ പേരെങ്കിലും ഇവിടെ സമ്പന്ന വ്യവസായികൾ തക്കം പാർത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം എവിടെയൊക്കെ പച്ചപ്പുകൾ ഉണ്ടെങ്കിലും അതിനെ മാറ്റിമറിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ മാറ്റിക്കൊണ്ട് സാമ്പത്തിക ശക്തികളായിട്ട് വളർന്നു വരുന്നവരെയാണ് നമ്മൾ കുറേ പേരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെട്ടുകിളികൾ പെട്ടെന്ന് തിന്നു തീർക്കാൻ പോകുന്ന ഒരു പ്രദേശമായി ഞങ്ങളുടെ മനസ്സിലേക്ക് ഇത് വരികയും അതുകൊണ്ട് ഇതിൻ്റെ പഠനവും ഇതിൻ്റെ നിലനിൽപ്പും ഇതിൻ്റെ സംരക്ഷണവും ഉറപ്പുവരുത്താനുള്ള ഒരു വലിയ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകണമെന്നുള്ള ഒരു ആഗ്രഹവും ആശയവും ഒരു അഭിലാഷമൊക്കെയാണ് ഈ പഠനത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. ഇതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അത് ഓൾറെഡി നമ്മുടെ അധ്യക്ഷൻ തന്നെ അച്യുത് പ്രസാദ് തന്നെ സൂചിപ്പിച്ചു. ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങളുടെ പഠനങ്ങൾ ഒന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ നഗരം എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ 1900-ലേക്കോ 1800-ലേക്ക് പോയി കഴിഞ്ഞാൽ കേരളം തന്നെ 70% കൂടുതൽ വനങ്ങളായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. കേരളത്തിൻ്റെ ഒരുപക്ഷെ ഈ പച്ചപ്പുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഒരു സോഷ്യലൈസേഷൻ എന്ന പ്രക്രിയ കേരളത്തിൽ ആരംഭിച്ചത്. കാരണം ഇത് മുഴുവൻ പച്ചപ്പായിരുന്നു. നമ്മുടെ വനങ്ങളെ കുറിച്ച് എഴുതുന്ന പുസ്തകത്തിലൊക്കെ അവർ പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് നമ്മുടെ സൈലന്റ് വാലി കാടിനെ പറയുന്നത്. ഇത് മണ്ണാർക്കാട് അപ്പുറത്തിൽ എടുക്കുന്ന ഒരു പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനത്തിനെ ഒരു ഇത് പഠിച്ച ആള് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് കോസ്റ്റ് വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ്. അതിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം ഈ സൈലന്റ് വാലിയിൽ നിന്ന് ആരംഭിക്കുന്ന പച്ചപ്പ് ഒരുപക്ഷെ നമ്മുടെ കോസ്റ്റൽ മേഖല വരെ വ്യാപിച്ചു കിടന്നിരുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് കേരളീയ സമൂഹത്തിന്റെ വളർച്ച മുഴുവനും ഈ പച്ചപ്പിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു സാമൂഹ്യ വികാസ പ്രക്രിയയിൽ നമ്മളെല്ലാവരും മനുഷ്യ സമൂഹം മുഴുവൻ പങ്കെടുത്തതിന്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള പച്ചപ്പിനെ ആശ്രയിച്ച് അതിനെ മാറ്റി തീർത്ത് അതിനെ കാർഷിക വിളകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് പോയതാണ് ഒരുപക്ഷെ സമൂഹം കേരളം അങ്ങനെ വളർന്നു വന്നത്. കാരണം നമുക്കറിയാം പശ്ചിമഘട്ടത്തില് ഈ നമ്മുടെ മൊത്തം ഭൂമിയുടെ നമ്മുടെ 38,864 സ്ക്വയർ കിലോമീറ്ററുള്ള കേരളത്തിന്റെ 60% പശ്ചിമഘട്ടത്തിലാണ് കിടക്കുന്നത്. നമ്മുടെ ഇടനാടും മലനാടും എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷ പ്രദേശം കിടക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിന്റെ അള്ളിപ്പിടിച്ചിട്ടാണ് ഈ 3.5 കോടി ജനങ്ങൾ കിടക്കണമെന്ന് പറയാം. കാരണം സ്ലോപ്പാണ്. ഈ അള്ളിപ്പിടുത്തം ആണ് ഈ ഒരുപക്ഷെ ഈ 41 നദികളെ പടിഞ്ഞാറുള്ള 41 നദികളെ ഉപയോഗിച്ച് കാർഷിക പ്രവർത്തനത്തിലേക്ക് മാറ്റി തീർക്കുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മുടെ 70%. ഒരു കാലത്ത് 70% പേര് കർഷകരായിരുന്നു. ഈ കർഷകരൊക്കെ ഏർപ്പെട്ട് കേരളത്തിന് മാറ്റി തീർത്തു കൊണ്ടുവന്നത് അത് ഈ പുഴകളുടെ ഒരു വലിപ്പമായിരുന്നു. ഒരുപക്ഷെ മഴയിൽ നിന്നും പുഴ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വലിയ പ്രക്രിയ ഈ പശ്ചിമഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ്. ഈ 2634 നമ്മുടെ ആനമുടിയുടെ ഹൈറ്റ്.
ഈ ആനമുടിയുടെ ഹൈറ്റ് തൊട്ടേ തന്നെ ആ ചോലവനങ്ങളും നിത്യഹരിത വനങ്ങളും ഒക്കെ തന്നെ മഴയെ പുഴയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ 3 കോടി ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പ്രക്രിയയിൽ ഭാഗമായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പുഴകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കാർഷിക വൃത്തിയൊക്കെ തന്നെ കേരളത്തിന്റെ ഒരു കാർഷിക സംസ്കാരവും എല്ലാം തന്നെ വികസിച്ചു വന്നതെന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഈ പച്ചപ്പിലേക്ക് വരും മുമ്പ് ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. 2018 നമുക്കറിയാം ഏകദേശം 483 പ്രളയത്തിൽ മരിച്ച ആൾക്കാരുടെ നമ്പറാണ്. 483 പേരാണ് മരിച്ചത് ഈ നമ്മുടെ പ്രളയത്തിൽ. പക്ഷെ ഒരാൾ പോലും വെള്ളം പൊങ്ങിയിട്ട് മരിച്ചിട്ടില്ല, വെള്ളത്തിൽ വീണ് മരിച്ചിട്ടില്ല. ഒരാൾ പോയി 483 പേരിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ല. മരിച്ചവർ മുഴുവനും ഈ മലകളിൽ മണ്ണിടിഞ്ഞും ലാൻഡ്സ്ലൈഡ് ഉരുൾപൊട്ടിയും ഒക്കെയാണ് മരിച്ചത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പശ്ചിമഘട്ട എങ്ങനെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതെന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് 8-9 ദിവസം കഴിഞ്ഞാൽ ഉച്ചയിൽ പെയ്യുന്ന വെള്ളം ഇവിടെ തീരപ്രദേശത്തേക്ക് എത്തണമെങ്കിൽ 1-2 ആഴ്ചയോ പിടിക്കുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ വെള്ളം കുതിച്ച് ഇവിടേക്ക് വരുന്ന തരത്തിലേക്ക് വരുന്നു. പ്രളയത്തിന്റെ ഒരു പശ്ചാത്തലം അതാണ്. വെള്ളത്തിന് പിടിച്ചു വെക്കാൻ കഴിവുള്ള മണ്ണും വെള്ളത്തിന് പിടിച്ചു വെക്കാൻ കഴിവുള്ള വനവും നമുക്ക് ഉണ്ടായില്ല. അത് പതുക്കെ നമ്മൾ വെട്ടിമാറ്റിക്കൊണ്ട് പശ്ചിമഘട്ടത്തെ മാറ്റി തീർത്തു എന്നുള്ളതാണ്. അതിന്റെ ഒരു ദുരന്തമാണ് സത്യത്തിൽ. ഒരുപക്ഷെ ഡാം തുറന്നു വിട്ടതാണെന്ന് നമ്മൾ പറയുമെങ്കിലും പ്രധാനപ്പെട്ട ദുരന്തം എന്നുള്ളത് പശ്ചിമഘട്ടത്തിലെ മലനിരകൾക്ക് വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് 2018 പ്രളയം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് പശ്ചിമഘട്ടം എന്നുള്ള ഒരുപക്ഷെ നമ്മുടെ കേരളീയന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ അള്ളിപ്പിടിച്ചു നിൽക്കുന്നു പറയുന്നത്, ഈ 40 നദികളെ ഉപയോഗിച്ച് നമ്മൾ കാർഷിക പ്രവർത്തനം ചെയ്യുന്നത് പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. അവിടെയുള്ള പച്ചപ്പും നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഉഷ്ണമേഖല എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് നമുക്കുള്ളത്. അത് നമ്മുടെ ടെമ്പറേറ്റ് മാതിരിയല്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫോറസ്റ്റ് അല്ല നമ്മുടേത്. നമ്മുടെ മണ്ണും യൂറോപ്യൻ രാജ്യങ്ങളുടേത് പോലെയല്ല. ഒരു ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കിയാൽ, ഒരു ചെറിയ മുറിവുണ്ടാക്കിയാൽ ആ മുറിവിലൂടെ അത് വ്യാപകമായി ആ മുറിവ് മാറുകയും ലാറ്ററൈസേഷൻ എന്ന് പറയുന്ന ഒരിക്കൽ മണ്ണ് തുറന്നിട്ടാൽ മതി. ഒരു വൃക്ഷമോ ഒരു ചെറിയ ഭാഗമോ വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ മണ്ണ് തുറന്നിട്ടാൽ ആ മണ്ണ് നിരന്തരമായി ലാറ്ററൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാവുകയും അതിന്റെ വെള്ളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുകയും അത് മുഴുവനും വലിയ ലാൻഡ്സ്ലൈഡുകളായിട്ട് അത് ഉരുൾപൊട്ടലായിട്ടോ മണ്ണൊലിപ്പായിട്ടോ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉഷ്ണമേഖലാ പ്രദേശമാണ് എന്താണ് കേരളം. ഒരുപക്ഷെ സമൃദ്ധിയുടെ പര്യായമായി മാറേണ്ടതാണ്. നമ്മുടെ ഊഷ്മാവ് എന്ന് പറയുന്നത് 30 to 33 ഡിഗ്രി സെന്റിഗ്രേഡ് ആവറേജ് ടെമ്പറേച്ചർ. നമ്മുടെ മഴ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ശരാശരി ലോകത്തിന്റെ ആവറേജ് മഴ എന്ന് പറയുന്നത് 2000 മില്ലിമീറ്ററിന് താഴെയാണ്. ഇന്ത്യയുടെ ശരാശരി മഴ എന്ന് പറയുന്നത് 1100-1150 മില്ലിമീറ്റർ ആണ് ശരാശരി ഇന്ത്യയുടെ മഴ. നമ്മുടെ ശരാശരി മഴ 3000 മില്ലിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, ഏറ്റവും നല്ല ടെമ്പറേച്ചർ ഊഷ്മാവുള്ള, ഏറ്റവും പ്രത്യുൽപാദനത്തെ വളർച്ചയെ യൂട്രോഫിക് ആയിട്ട് ഉൽപാദന വ്യവസ്ഥകളെ മുഴുവനും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് മൊത്തത്തിൽ കേരളത്തിന്റെ വനങ്ങളും കേരളത്തിന്റെ പ്രദേശങ്ങളും എന്നുള്ളതാണ്. അത് സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ സമൃദ്ധിയുടെ പര്യായമായിട്ട് അത് മാറാൻ കഴിയും. നിർഭാഗ്യവശാൽ പശ്ചിമഘട്ടത്തിൽ നാം 10-50-60 വർഷമായിട്ട് നമ്മുടെ പെരുമാറ്റ രീതികളെല്ലാം അതിനെ തകർച്ചയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഒരു അനുഭവത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രളയം തന്നെ അത് നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വളരെ വിലപ്പെട്ട, ഒരുപക്ഷെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ് പശ്ചിമഘട്ടം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പച്ചപ്പ് വലിയ തരത്തിലുള്ള ഒരു മനുഷ്യന് നിലനിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പച്ചപ്പ് മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ മനുഷ്യപരിണാമത്തിന്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ പരിണാമത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ജീവവർഗമാണ് ആദ്യം രൂപപ്പെടുന്നത്. അതിനുശേഷമാണ് സസ്യങ്ങൾ പതുക്കെ ഈ ഭൂമുഖത്ത് വന്നത്. പക്ഷേ ഈ ഭൂമി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് ഈ ചരാചരങ്ങളുടെ, നമുക്കറിയാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് സസ്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഓക്സിജനെ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭൂമിയിൽ. നമ്മൾ ജീവജാലങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുമ്പോൾ നമ്മുടെ സസ്യങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ, സസ്യജാലങ്ങളെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനെ പുറത്തു വിടുക. ഈ ബാലൻസ് സത്യത്തിൽ എത്രയോ യുഗാന്തരങ്ങൾ ഉള്ള മാറ്റപ്രക്രിയയിലൂടെയാണ് ഇത് നമ്മൾ നേടിയെടുത്തത് എന്നുള്ളതാണ്.
ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വളർച്ചയാണ് ആഗോള താപനമായിട്ട് വരുന്നത് അല്ലേ. 0.003% എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ 420ഓളം ppm കോൺസെൻട്രേഷനിലേക്ക് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ തോത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആഗോള താപനത്തിന്റെ ഒരു പക്ഷേ എങ്ങനെയാണ് കാലാവസ്ഥ മാറ്റത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് കാലാവസ്ഥ മാറ്റം ചൂടിനെ കൂട്ടിവരുന്നത്. നമ്മുടെ ശരാശരി ഭൂമിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14-15 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഇപ്പോൾ 1.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരാശരി ഊഷ്മാവിൽ നിന്ന് ഭൂമി പനി പിടിച്ച മാതിരി ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് വലിയ സമ്മർദ്ദമുള്ള കാറ്റുകളും ചുഴലിക്കാറ്റുകളൊക്കെ രൂപപ്പെടുന്നത്. നമുക്കറിയാം വായു ചൂട് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വികസിക്കും. വായു ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വികസിക്കും. വികസിച്ച വായുവിലേക്ക് നല്ല മർദ്ദമുള്ള സ്ഥലത്തു നിന്നുള്ള കാറ്റ് വീശലാണ് മഴ എന്ന് പറയുന്നത്, കാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന മഴ 3000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഓറോഗ്രാഫിക് റെയിൻ ആണ്. നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന മഴയല്ല. മഡഗാസ്കറായി രൂപപ്പെടുന്ന കാർമേഘങ്ങളാണ് ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളാവുമ്പോൾ നമ്മുടെ ഇവിടേക്ക് വന്ന് അത് ട്രേഡ് വിൻസുകളാണ് നമുക്ക് മഴയായിട്ട് വരുന്നത്. അത് ഓറോഗ്രാഫിക് റെയിൻ ആണ്. എവിടെയോ രൂപപ്പെട്ട കാർമേഘങ്ങളാണ് അത് വരുന്നത്. അത് വരുന്നതിന് എന്താ കാരണം? ഈ കാറ്റ് കേരളത്തിലേക്ക് എത്താനും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് വീശാൻ എന്താ കാരണം? ആ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഊഷ്മാവ് വർദ്ധിക്കുന്നു, ചൂട് കൂടുന്നു, വായു വികസിക്കുന്നു. അങ്ങനെ ഉയർന്ന മർദ്ദത്തിൽ നിന്ന് താഴ്ന്ന മർദ്ദത്തിലേക്ക് അല്ലെ, വായു വികസിച്ച് കഴിഞ്ഞാൽ മർദ്ദം കുറയും. താഴ്ന്ന മർദ്ദത്തിലേക്കുള്ള കാറ്റുവീശലാണ് സത്യത്തിൽ മഴ എന്ന് പറയുന്ന, കാലവർഷം എന്ന് പറയുന്ന അത്. ഇപ്പോൾ ഒട്ടേറെ ആഗോള പ്രതിസന്ധികളുടെ വക്കത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ മനുഷ്യജനതയെന്നല്ല എല്ലാ സർവ്വജനാചരങ്ങളും മുന്നോട്ട് പോകുന്നത്. അവിടെ പച്ചപ്പ് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വലിയ മൂല്യത്തെ അല്ലെങ്കിൽ പച്ചപ്പിന്റെ വലിയ ഒരു മൂല്യബോധം രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പച്ചപ്പുകളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് പോയതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞ തേക്കിൻ കാട് എന്ന് പറയുന്നത് തേക്ക് വളർന്നിരുന്ന കാട് തന്നെയാണ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. കാരണം സമതലങ്ങളിലാണ് കാട് 3 തരത്തിലാണ് പ്രധാനം. ഇലപൊഴിയും കാടുകൾ, നിത്യഹരിത വനങ്ങൾ, ചോലക്കാടുകൾ. ഈ മൂന്നാറിന്റെ ഭാഗങ്ങൾ 2000 മീറ്ററിന് മുകളിൽ ചോലക്കാടുകളാണെങ്കിൽ അതിന് താഴെ നിത്യഹരിത വനങ്ങളാണ്. നമ്മുടെ സൈലന്റ് വേലി അടക്കമുള്ള. അത് കഴിഞ്ഞാൽ പിന്നെ ഇലപൊഴിയും കാടുകളാണ്. സമതലങ്ങളിലേക്ക് വരുമ്പോൾ അത് ഇലപൊഴിയും കാടുകളോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ട്രാക്റ്റുകളൊക്കെ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ നമ്മൾ തൃശ്ശൂര് എന്ന് പറയുന്ന തേക്കിൻ കാട്, ഇത് തേക്കിന്റെ കാടായിരുന്നു. തേക്ക് കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളിലാണ് തേക്ക് കാണപ്പെടുന്നത്. അപ്പോൾ കാടിന്റെ ഒരു ഭാഗം ഇവിടെയുണ്ട്, പച്ചപ്പിന്റെ ഒരു ഭാഗം തൃശ്ശൂരുണ്ട്. ഒരു പക്ഷേ ആ പച്ചപ്പിനെ മാറ്റിക്കൊണ്ടാണ് നഗരം വളർന്നു വന്നത്. പക്ഷേ അവശേഷിച്ച ഇപ്പോൾ ശ്രീ അജയ് പ്രസാദ് സൂചിപ്പിച്ച പോലെ ശങ്കരയെ പോലെയുള്ള അതുപോലെയുള്ള ഒട്ടേറെ ഇതിനെയൊക്കെ തന്നെ പച്ചപ്പിനെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ മാന്തോപ്പ് ഉണ്ടാക്കുന്നവരോ, മാവിനെ ശക്തനമ്പുരാൻ വലിയ തരത്തിൽ ലാൽബാഗ് തോപ്പ് എന്ന് പറഞ്ഞ ഇപ്പോഴും അവിടെ 100 കണക്കിന് വർഷം പിന്നിട്ട വയസ്സുള്ള മാവുകൾ അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പഴയ കാലത്തെ ഈ വൃക്ഷങ്ങളെയും ഇതിനൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്നവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭാഗമായി ഇത്തരം പച്ചപ്പുകൾ അവശേഷിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ മ്യൂസിയമായിട്ട് മാറിയപ്പോൾ, ആ പ്രദേശം മ്യൂസിയമായിട്ട് മാറിയപ്പോൾ കുറേയേറെ അപൂർവങ്ങളായ മരങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരികയും ഒരു വൈവിധ്യമുള്ള ഒരു പ്രദേശമായിട്ട് അതിനെ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ പഴയകാലത്തെ ആ ഏറ്റവും പച്ചപ്പിനെ സ്നേഹിക്കുന്നവരുടെ ഒരു തുടർച്ച ഈ ഭാഗത്തുണ്ടായി. അങ്ങനെ ഒട്ടേറെ അപൂർവങ്ങളായ സസ്യങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് ഈ പച്ചപ്പ് നിലനിന്നിപ്പോൾ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ തന്നെ പാറമേക്കാവായിട്ടും അതുപോലെ തിരുവമ്പാടിയായിട്ടും ഒക്കെ നമുക്ക് ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സർപ്പക്കാവുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ പച്ചപ്പിന്റെ അവശിഷ്ടങ്ങളാണ് ഈ പച്ചത്തുരുത്ത് എന്ന് പറയുന്ന ഈ മൃഗശാലയിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളും പഴയ പച്ചപ്പിന്റെ അവശിഷ്ടങ്ങളും. അതുപോലെ തന്നെ പിന്നീട് ആ മ്യൂസിയത്തിന്റെ വളർച്ചയിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന അപൂർവങ്ങളായുള്ള സ്പീഷീസുകളുടെ സാന്നിധ്യവും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ നമുക്കറിയാം, ഒരു നഗരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നഗരത്തിലെ പച്ചപ്പ് അവശേഷിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളൊക്കെ തന്നെ കുറഞ്ഞു വരികയാണ് വേണ്ടത്. അതൊരു മിനിമം ലെവലുണ്ട്. പച്ചപ്പ് കുറഞ്ഞു ഒരു മിനിമം ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജീവികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരു മിനിമം ലെവലിൽ അവ പരമാവധി പിടിച്ചു നിൽക്കും. അത്തരത്തിലുള്ള ഒരു മിനിമം ലെവലിലുള്ള ഒരു സസ്യജാലങ്ങൾക്കുള്ളിൽ മാക്സിമം പക്ഷികളെയും പൂമ്പാറ്റകളെയും
അതുപോലെ തന്നെ ചിത്രശലഭങ്ങളെ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ വൈവിധ്യ പഠനം നമ്മൾ സൂചിപ്പിച്ച ഏകദേശം 57 ഇനം പക്ഷികൾ അവിടെ ഈ നഗരത്തിനുള്ളിലാണ് നമ്മൾ ആലോചിക്കണം. ഈ പച്ചക്കാടിനുള്ളിൽ ഒരുപക്ഷെ അത് മറ്റ് പച്ചക്കാടുകളെയൊക്കെ തന്നെ ആശ്രയിച്ചിട്ടായിരിക്കാം അത് ഇപ്പോഴും നിലനിൽക്കുന്നത്. 57 ഇനം പക്ഷികൾ, 25 ഇനം തുമ്പികൾ, 30 ഇനം ചിത്രശലഭങ്ങൾ, 106 വൃക്ഷങ്ങൾ, വ്യത്യസ്ത ഇനത്തിൽ സ്പീഷീസുകളിൽപ്പെട്ട വൃക്ഷങ്ങൾ, 10 സസ്യങ്ങൾ, 36 അലങ്കാര ചെടികളടക്കമുള്ള ഒരു വലിയ ജൈവ വൈവിധ്യ കേന്ദ്രമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിലൊക്കെ തന്നെ വളരെ അപൂർവങ്ങളായ വൃക്ഷങ്ങൾ, ശിംശിവ വൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് വളരെ അപൂർവമായത്. അത് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോയി. കാട്ടിലത് കാണുന്നില്ല. പണ്ട് അവിടെ നിന്ന് കാട്ടിൽ നിന്ന് എടുത്ത് നാടുകളിൽ വളർത്തിയെടുത്ത കുറേ സ്ഥലങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെ നാച്ചുറൽ ആയിട്ടുള്ള വൈൽഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോയതാണ് ശിംശിവ വൃക്ഷം. അത് നമുക്ക് അത് കയറുമ്പോൾ തന്നെ നമ്മുടെ മ്യൂസിയത്തിൻ്റെ അവിടെ കാണാൻ സാധിക്കും. എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ്, അത് പ്രകൃതിദത്തമായിട്ട് നൈസർഗിക വനത്തിൽ അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ഊത്, ചെറുങ്കൂടി, രക്തചന്ദനം, ഈന്ത്, നമ്മൾ കാണപ്പെടുന്ന ഈന്ത്, നമ്മുടെ നാട്ടുപുറത്ത് കാണപ്പെടുന്ന ഈന്ത് വളരെ അപൂർവമായി കൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജിംനോസ്പെം എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ വീട്ടി, വെള്ളപ്പൈൻ തുടങ്ങിയിട്ടുള്ള വളരെ അപൂർവങ്ങളായ സ്പീഷീസുകൾ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന തമ്പകം, ചെറുകൂരി, വെള്ളപ്പൈൻ, നീർമാതളം, കരിമരം, പൊങ്കലം, തമ്പകം തുടങ്ങിയിട്ടുള്ള വളരെ അപൂർവങ്ങളായുള്ള നിത്യഹരിത വനങ്ങൾ അതിൽ കാണപ്പെടുന്ന നിത്യഹരിത സ്പീഷീസുകളൊക്കെ തന്നെ ഈ നമ്മുടെ ഈ മ്യൂസിയത്തിനുള്ളിൽ നിൽക്കുന്നതാണ്. വളരെ അപൂർവങ്ങളായിട്ട് ഇതെല്ലാം ഇവിടെയുള്ള ക്യൂറേറ്റർമാരായിട്ട് വന്ന ആൾക്കാരുടെ താല്പര്യമൊക്കെ പ്രകാരം എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുപോകും. ഉദാഹരണമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സ്പീഷീസുകൾ തമ്പകം, അതുപോലെ തന്നെ കരിമരം തുടങ്ങിയിട്ടുള്ള കാട്ടിൽ കാണപ്പെടുന്ന വൻവൃക്ഷങ്ങൾ ഒക്കെ തന്നെ നമുക്കിവിടെ രക്തചന്ദനം, ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു സ്പീഷീസാണ് രക്തചന്ദനം. നമ്മുടെ തിരുപ്പതി കടപ്പ ഹിൽസിൽ കാണപ്പെടുന്ന ഒരു അപൂർവ വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വനരക്തചന്ദനം തുടങ്ങിയിട്ടുള്ള സ്പീഷീസുകളെ ഇവിടേക്ക് കൊണ്ടുവരാനും അത് നട്ട് ഒരുപക്ഷെ നമ്മുടെ പുറത്തുള്ളവർക്ക് കാണാനും അത് പഠിക്കാനുള്ള ഒരു അവസരം അവർ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നാട്ടുവേഴാമ്പല്, തത്തച്ചിഹ്നം തുടങ്ങിയിട്ടുള്ള വളരെ അപൂർവങ്ങളായിട്ടുള്ള പക്ഷികൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ വേഴാമ്പൽ നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റ് ബേർഡാണത്. ആ നാട്ടുവേഴാമ്പൽ അവിടെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ജൈവ വൈവിധ്യ കേന്ദ്രമായിട്ട് അത് നിലനിൽക്കുന്നു. ജൈവവൈവിധ്യത്തിൻ്റെ ഒട്ടേറെ പുതിയ സ്പീഷീസുകളും ഒട്ടേറെ വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസുകളും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ അവിടെയുള്ള നമുക്കറിയാം കാലാവസ്ഥ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ വൃക്ഷങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിലെ ഇത് കുറച്ചു കൊണ്ടുവരാനുള്ള ഏക മാർഗം. ഒരുപക്ഷെ ഉയരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ താഴ്ത്തിക്കൊണ്ടുവരാൻ വേറെ ഒരു പ്രതിഭാസങ്ങൾക്ക് കഴിയില്ല. നമ്മുടെ കാറിൽ നിന്നും അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഒക്കെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് തുടങ്ങിയുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പെരുകിയിട്ടാണ് ആഗോളതാപനം സംഭവിക്കുന്നത്, ചൂട് കൂടുന്നത്. അത്തരം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ വലിയ തരത്തിൽ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഈ ലോകത്തിലെ ഏക പ്രതിഭാസം എന്നുള്ളത് വൃക്ഷങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ എന്നുള്ളതാണ്. കാരണം ഇല എന്ന് പറയുന്നത്, പച്ചപ്പ് എന്ന് പറയുന്നത് ഒരു കാർബൺ ഫാക്ടറിയാണ്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഫാക്ടറി എന്ന് പറഞ്ഞാൽ കാർബൺ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അന്നജം, കാർബോഹൈഡ്രേറ്റ് എന്താണ്? കാർബൺ അടങ്ങിയതാണ്. പ്രധാന വസ്തു കാർബണാണ്. നമ്മുടെ പഞ്ചസാര C6H12O6 എന്ന് പറയുന്ന 3 മൂലകങ്ങൾ, കാർബൺ, ഹൈഡ്രജനും ഓക്സിജനും ഒരു പ്രത്യേക അനുപാതത്തിൽ കൂടിയിട്ടാണ് നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. സ്യൂക്രോസ് എന്ന് പറയുന്നത് to the power of 2, 2 മോളിക്കൂൾ കൂടി ചേർന്ന് 2 ഗ്ലൂക്കോസ് മോളിക്കൂൾ കൂടി ചേർന്നാണ് പഞ്ചസാര, നമ്മൾ കഴിക്കുന്ന പഞ്ചസാര ഉണ്ടാവുന്നത്. ഇനി കുറേ മോളിക്യൂൾസ് ഇത്തരത്തിൽ ഗ്ലൂക്കോസ് മോളിക്കൂൾ കൂടി ചേർന്നാൽ എന്തായി? അത് അന്നജമായി, അരിയായി. നമ്മൾ കഴിക്കുന്ന പഴങ്ങളിൽ കാണപ്പെടുന്ന സ്റ്റാർച്ചും ഫ്രൂക്ടോസും ഇതൊക്കെയായി. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സിംഗിൾ കുറേ മോളിക്യൂൾസുകൾ കൂടി ചേർന്ന് ഭക്ഷണം, അപ്പോൾ അതിൽ ഏറ്റവും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മൂലകം എന്ന് പറയുന്നത് കാർബണാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് കാർബണാണ്. മണ്ണെടുത്ത് നോക്കൂ, മണ്ണിലെ വെള്ളം വലിച്ചെടുക്കാൻ കഴിയുള്ള കാർബൺ, ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ കാർബൺ എന്നുള്ളതാണ്
വെള്ളം വലിച്ചെടുക്കാൻ മണ്ണിന് സഹായിക്കുന്നത്. ആ കാർബൺ മണ്ണിൽ ധാരാളം വരുമ്പോൾ ധാരാളം വെള്ളത്തെ വലിച്ചെടുക്കാനായിട്ട് കഴിയും. എല്ലാ മൂലകങ്ങളെയും വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിയുന്നത് അതിൽ കാർബൺ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എത്ര കാർബൺ ഇല്ലെങ്കിൽ നമ്മൾ എത്ര വളം കൊണ്ടിട്ടാലും, നമ്മൾ എത്ര നൈട്രജൻ കൊണ്ടിട്ടാലും, എത്ര പൊട്ടാസ് അല്ലെങ്കിൽ പൊട്ടാസ്യം ആയാലും ഫോസ്ഫറസ് ആയാലും നമ്മൾ നെൽച്ചെടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇതിനൊക്കെ വളർത്താലും അത് വലിച്ചെടുക്കില്ല. അത് അവർ എബ്സോർവ് ചെയ്യില്ല. എബ്സോർവ് ചെയ്യണം എന്ത് വേണം? ശരിയായ തോതിൽ എബ്സോർവ് ചെയ്യണമെങ്കിൽ അതിൽ ആ മണ്ണിൽ കാർബൺ ആവശ്യമുണ്ട്, ഓർഗാനിക് മാറ്റർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആ സസ്യങ്ങൾക്ക് അതിന് വലിച്ചെടുക്കാൻ കഴിയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള എന്താണ് സസ്യത്തിന്റെ അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്ന വലിയൊരു പ്രക്രിയ പച്ചപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. അന്തരീക്ഷത്തിൽ ഉയരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് അതിനെ ഭക്ഷണമാക്കി മാറ്റി അത് മണ്ണിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രക്രിയ നടത്തുന്നത് പച്ചപ്പാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ഞാൻ കാർബൺ ഫാക്ടറി എന്ന് പറയുന്നത്. നിരന്തരമായി ഈ ലോകത്തെ നിലനിർത്താൻ വേണ്ടി, മനുഷ്യവംശത്തെയും സർവ്വചരാചരങ്ങളെയും ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നവരാണ് സസ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വൃക്ഷങ്ങളൊക്കെ തന്നെ. അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡിനെ അത് വലിച്ചെടുക്കുന്നു, എത്രമാത്രം കാർബൺ അതിന്റെ കനോപ്പിയിൽ, ഇലകളിൽ സൂക്ഷിക്കുന്നു, തടിയിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തു. അതിൽ നിന്നുള്ള ഒരു കണക്ക് പറയുന്നത് ഒരു ഹെക്ടർ 224.5 മെട്രിക് ടൺ കാർബണെയാണ് അത് ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. കാർബൺ കൂടുതൽ ശേഖരിച്ച് വെക്കുന്നത് ഇലയേക്കാൾ കൂടുതൽ തടിയിലാണ്. ഒരു തടിയുടെ 50%, 45 തൊട്ട് 50% കാർബണാണ് ഒരു തടിയുടെ. നമ്മളൊരു തടി എടുക്കുകയാണെങ്കിൽ 1 ടൺ തടിയാണെങ്കിൽ 1/2 ടണ്ണും കാർബണാണ് എന്ന് കാണാൻ സാധിക്കും. കാർബൺ ശേഖരിച്ച് വെക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് തടി എന്ന് പറയുന്ന വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. അത് കണക്കുകൂട്ടിയത് ഗ്രീൻ ബയോമാസ് പെർ ഹെക്ടർ എന്നുള്ളത് 224.5 മെട്രിക് ടണ്ണാണ്. അത് 4.22 ഹെക്ടർ, അതായത് 10.43 ഹെക്ടർ വരുന്ന മ്യൂസിയത്തിന്റെ ഈ സ്ഥലത്തിൽ കാണപ്പെടുന്ന പച്ചപ്പിന് ഏകദേശം 947.49 മെട്രിക് ടൺ കാർബണെ, ഗ്രീൻ ബയോമാസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിനെ നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പക്ഷേ ഈ 947.49 മെട്രിക് ടണ്ണിന് ബയോമാസ് ഉണ്ടാവണമെങ്കിൽ അതിൽ കാർബണിന്റെ ശതമാനം എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 50% കാർബൺ. അതുകൊണ്ട് അതിന്റെ പകുതി, അതായത് 445.32 മെട്രിക് ടൺ കാർബൺ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ 10.43 ഹെക്ടർ കണക്കാക്കുന്ന നമ്മുടെ ഈ മ്യൂസിയം വളപ്പിലെ വൃക്ഷ സമുച്ചയത്തിന്, പച്ചത്തുരുത്തിന് 445.32 മെട്രിക് ടൺ കാർബൺ, അത് ബയോമാസ് അല്ല കേട്ടോ, ബയോമാസിന്റെ 50% ആണല്ലോ, കാർബണെ അതിന് ശേഖരിച്ചു വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കാർബൺ ഉണ്ടാവണമെങ്കിൽ അത് ഏകദേശം 1634.35 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിക്കാൻ അതിന് കഴിയുന്നുള്ളതാണ്. അതായത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന 1634.35 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനും അതിനെ 545.32 മെട്രിക് ടൺ കാർബൺ ആക്കി മാറ്റാനും അവയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് ആ പച്ചത്തുരുത്തിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തത്. അത് സാറ്റലൈറ്റ് വെച്ചിട്ട് അതിൻ്റെ കനോപ്പി വെച്ചിട്ട് ഉള്ള ഒരു കാൽക്കുലേഷൻ, എസ്റ്റിമേഷനാണ് നടന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്കറിയാം നമ്മുടെ നഗരങ്ങളിലെ പച്ചപ്പുകൾ നഗരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പൂവർ ഇൻസുലേറ്റേഴ്സ് ആണ്. നമ്മുടെ ടാറാണെങ്കിലും കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിലും കെട്ടിടങ്ങൾ സമുച്ചയങ്ങളാണെങ്കിലും പൂവർ ഇൻസുലേറ്റേഴ്സ് ആണ്. അത് പെട്ടെന്ന് ചൂടിനെ വലിച്ചെടുത്ത് അത് പുറത്തേക്ക് തള്ളും. അത് വലിച്ചെടുത്ത് ശേഖരിച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് വമിക്കും അല്ലെങ്കിൽ അത് ഉത്സർജിക്കും, കൂടുതൽ ചൂടിനെ പുറത്തേക്ക് വിട്ട്. നഗരങ്ങളുടെ പ്രത്യേകതയാണത്. അങ്ങനെ വീഴുന്ന ചൂടിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ഒരു വലിയ പ്രക്രിയയായി സസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഓക്സിജനേഷനും അന്തരീക്ഷത്തിൽ നമ്മുടെ സസ്യങ്ങൾ കഴിയുന്ന ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രക്രിയ. നമ്മുടെ ഓരോ വൃക്ഷവും ഓരോ സസ്യവും ധാരാളം വെള്ളത്തെ അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്, സേതുനം എന്ന് പറയുന്നത്. അതായത് ഒരു വൃക്ഷം, ഒരു മാവ്, ഒരു വലിയ പ്ലാവ്, ഒരു മാവ് ഏകദേശം 150 തൊട്ട് 200 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം അന്തരീക്ഷത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഇങ്ങനെ മഴ കൂടുന്നതുകൊണ്ടാണ്. പശ്ചിമഘട്ടം കടന്ന് അപ്പുറത്തേക്ക് ചെന്നാൽ തമിഴ്നാടില് റെയിൻഫോൾ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 400-500 മില്ലിമീറ്റർ ഒക്കെയാണ് മഴ അവിടെ.
അത് റെയിൻ ഷാഡോ ഏരിയാസ് ആണ്, മഴ നിഴൽ പ്രദേശങ്ങളാണ് നമ്മുടെ തമിഴ്നാട്. പശ്ചിമഘട്ടം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത്രമാത്രം മഴ പെയ്യുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം സസ്യങ്ങളിൽ നിന്ന്, വൃക്ഷങ്ങളിൽ നിന്ന് പോകുന്ന ധാരാളം വെള്ളം, അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന വെള്ളം ഈ കാറ്റ് വരുമ്പോൾ അത് തടുത്തു നിർത്തി അത് ജലഗണങ്ങളായിട്ട് മഴയായിട്ട് രൂപാന്തരപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓരോ വൃക്ഷവും ഓരോ സസ്യവും ധാരാളം വെള്ളത്തെ അന്തരീക്ഷത്തിലേക്ക് നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെ ചെറിയ ഓട്ടകളുണ്ട് ഇലകൾക്ക്, അതിലൂടെയാണ് വെള്ളം. അതുകൊണ്ടാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നതും ഈ ചൂടിന്റെ ശക്തിയെ കുറച്ചു കൊണ്ടുവരാൻ അന്തരീക്ഷത്തിന് കഴിയുന്നതും അതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നഗരങ്ങളിൽ ഏറ്റവും ചൂട് കൂടുന്ന ഹീറ്റ് ഐലൻഡ്സ് എന്നാണ് പറയുന്നത്. ഇത്തരം നഗരങ്ങളുടെ ഈ ചൂട് വമിക്കുന്ന ഈ പ്രദേശങ്ങളെ തണുപ്പാക്കി മാറ്റുന്ന, ചൂട് കുറപ്പിക്കുന്ന, ഏകദേശം പറയുന്നത് ഈ നമ്മൾ ഇപ്പോൾ നിത്യഹരിതമായ സൈലന്റ് വാലിക്ക് ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 32 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെങ്കിൽ അവിടെ 20 മറ്റു ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ടാവുള്ളൂ. സസ്യങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക് ഈ വെള്ളത്തിന് അന്തരീക്ഷത്തിലേക്ക് കൊടുത്തുകൊണ്ട് ചൂടിനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു. ഏകദേശം 14 ഏവറേജ് 6 ഡിഗ്രി സെന്റിഗ്രേഡ് കുറയ്ക്കാൻ കഴിയുന്നു. 14 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ടെമ്പറേച്ചർ, അന്തരീക്ഷ ഊഷ്മാവിനെ കുറയ്ക്കാനായിട്ട് ഈ വനങ്ങൾക്കും സസ്യങ്ങൾക്കും കഴിയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് നഗരത്തിൽ ഉയരുന്ന അസാധാരണമായ ചൂടിനെ മറികടക്കാൻ കഴിയുന്നത് അവിടെ അവശേഷിച്ച പച്ചപ്പുകളാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ട്രാൻസ്പിറേഷൻ എന്ന പ്രക്രിയയിലൂടെ ഇത് നഗരത്തിൽ മാത്രമല്ല എല്ലായിടത്തും സംഭവിക്കുകയാണ്. അന്തരീക്ഷത്തിലേക്ക് ഈ ചൂടിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അന്തരീക്ഷത്തിൽ വായുവിനെ തണുപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയ നിരന്തരം ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഒരു വൃക്ഷം അന്തരീക്ഷത്തിൽ കൊടുക്കുന്നതാണ് 200-400 ലിറ്റർ വരെ വെള്ളം അന്തരീക്ഷത്തിൽ കൊടുക്കുന്ന മരങ്ങളുണ്ട്, വലിയ മരങ്ങൾ ഉണ്ട്. അപ്പോൾ അത്രയും വലിയ തോതിൽ വെള്ളത്തിന് അന്തരീക്ഷത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്നു. അങ്ങനെ ചൂടിനെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ അടുത്ത ഒരു പോയിന്റായിട്ട് ഞങ്ങളുടെ പഠനത്തിലൂടെ വന്നത്. മറ്റൊന്ന്, നമുക്കറിയാം നഗരത്തിലെ മണ്ണ് എന്ന് പറയുന്നത് മനുഷ്യൻ ചവിട്ടി അതിൻ്റെ ഓർഗാനിക് മാറ്റർ എല്ലാം പോയി വളരെ ദരിദ്രമായ ഒരു മണ്ണായിരിക്കും നഗരങ്ങളിലെ മണ്ണ് എന്ന് പറയുന്നത്. വെള്ളം വീണ് കഴിഞ്ഞാൽ ഉടനെ അത് ഒലിച്ചു പോകും. അതിന് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ഞങ്ങളുടെ പഠനം സൂചിപ്പിക്കുന്നത് ഒരു മണിക്കൂറിൽ 273 മില്ലിമീറ്റർ ആണ് ഇൻഫിൽട്രേഷൻ പവർ, മണ്ണിന്റെ പവർ എന്ന് പറയുന്നത്. അതായത് ഒരു മീറ്റർ സ്ക്വയറിൽ 1 ലിറ്റർ വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്നതാണ്. 1 മീറ്റർ സ്ക്വയർ മണ്ണിന് 1 ലിറ്റർ വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങളത് വർക്കൗട്ട് ചെയ്തപ്പോൾ ഈ 1 ഏക്കർ വരുന്ന പച്ചത്തുരുത്തിന് 11 ലക്ഷം ലിറ്റർ വെള്ളം 1 മണിക്കൂറിൽ മണ്ണിൻ്റെ അടിയിലേക്ക് കൊടുത്ത് ഇൻഫിൽട്രേഷൻ, പെർക്കുലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്. മണ്ണിലേക്ക് പോകുന്നു, അത് പെർക്കുലേറ്റ് ചെയ്യുന്നു അടിയിൽ. എക്വഫറിൽ നമ്മൾ കിണർ കുഴിക്കുന്ന അതാണ് എക്വഫർ. വെള്ളം കാണുന്ന ഒരു സ്ഥലമുണ്ടല്ലോ കുറേ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ, എക്വഫർ എന്ന് പറയുന്നത്. അവിടെയാണ് വെള്ളം കേന്ദ്രീകരിച്ചിരിക്കുക. അപ്പോൾ എക്വഫറിലേക്ക് അത് പെർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, കഴിവ് അത്രയുണ്ടെന്നുള്ളതാണ്. ഈ 10.43 ഏക്കറിൽ 1 crore 15 ലക്ഷം 1,15 ലക്ഷം ലിറ്റർ വെള്ളം 1 മണിക്കൂറിൽ ഇത്രയും പച്ചക്കാടിന് മണ്ണിൻ്റെ അടിയിലേക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ വടക്കേച്ചെറിയും നമ്മുടെ അവിടെയുള്ള കുളങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ജലാശയങ്ങളായിട്ട് വലിയ ജലാശയങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തൃശ്ശൂരിൻ്റെ ചരിത്രം പരിശോധിച്ച് കാണാൻ സാധിക്കും. ഇപ്പോഴും ഉണ്ട് അത്തരം. അവിടേക്ക് വെള്ളം എത്തപ്പെടുന്നത് ഈ പച്ചത്തുരുത്തിൽ നിന്നാണെന്ന് കാണാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ വലിയൊരു പാരിസ്ഥിതിക ധർമ്മം നിർവഹിക്കുന്ന ഒരു തുരുത്ത ഇവിടെ നമ്മുടെ തൃശ്ശൂരിനുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഈ പച്ചത്തുരുത്തിനെ, കാരണം നഗരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നതാണ് നഗരങ്ങൾ വലിയ തരത്തിൽ വികസിക്കണം, ചെറിയ നഗരങ്ങൾ വലിയ നഗരങ്ങളാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മുടെ വികസനത്തിന്റെ ലക്ഷ്യം അതാണ്, വലിയ നഗരങ്ങളാക്കാം. എവിടേക്കാണ് ഇത് പോകുന്നത്? ഈ വലിയ നഗരങ്ങൾ എവിടേക്കാണ് പോകുന്നത്? കൊച്ചി നഗരത്തിന്റെ കാര്യം, ഏറ്റവും കൂടുതൽ മദ്യപാനം നടക്കുന്ന സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്ന സ്ഥലങ്ങൾ, നഗരങ്ങൾ ഇങ്ങനെ വികസിക്കുക. അവിടെ മനുഷ്യൻ അവിടെ എങ്ങനെയാകും അവരുടെ സ്റ്റാറ്റസ് ഭാവി എന്നുള്ളതൊന്നുമല്ല. ഈ നഗരങ്ങളെ വലിയ നഗരങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയിൽ അസാധാരണമായ ചൂടും അതുപോലെ തന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവിടെയുള്ള മനുഷ്യ സമൂഹം മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ നഗരങ്ങളുടെ ഈ വളർച്ചയെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക. അവിടെ അങ്ങനെ വളരുന്ന നഗരങ്ങളുടെ ഒരു ആശ്വാസമായി, ഒരു തണലായി നിൽക്കേണ്ടതാണ് ഓരോ പച്ചപ്പുകളും. അതുകൊണ്ട് നഗരങ്ങളുടെ സസ്റ്റൈനബിൾ ആയുള്ള വികസനത്തിൽ
ഒരു സുസ്ഥിരമായ നഗരങ്ങളുടെ വികസനത്തിൽ നഗരങ്ങൾ എങ്ങനെ പോവും? മനുഷ്യജനത നമുക്ക് അറിയാം. നമ്മുടെ ടിവിയും ഫ്രിഡ്ജും ഒക്കെ വെള്ളത്തിൽ ഓടി നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ നഗരത്തിലെ പല വീടുകളിലും ഒടി നടക്കുകയായിരുന്നു ടിവിയൊക്കെ. എന്താണ് ഇങ്ങനെ തൃശ്ശൂരിന് അങ്ങനെ വന്നത്? ഇത്ര നല്ല കോവിഡ് പാടങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് തൃശ്ശൂരിലെ ജനതയ്ക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത്തരത്തിൽ എന്താണ് ഏറ്റവും എന്താണ് മനുഷ്യന് സുസ്ഥിരമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നഗരങ്ങൾ മാറുമ്പോൾ അവിടെ നിലനിർത്തേണ്ട നമ്മുടെ ശ്വസനം അല്ലേ, നമ്മുടെ ഒരു ശ്വാസകോശം എന്ന് പറയും, നമ്മുടെ ശ്വാസകോശമായിട്ട് നിൽക്കേണ്ട ഒന്നാണ്. മനുഷ്യന്റെ ശ്വാസകോശം എന്താ ചെയ്യണത്? മനുഷ്യന്റെ ശ്വാസകോശം ഓക്സിജനെ വലിച്ചെടുത്ത് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ അതെ നമ്മളെ മലിനീകരിക്കപ്പെടുന്ന അല്ലേ, നമ്മുടെ ഹൃദയം ചെയ്യുന്ന പണി അതാണ്. ശ്വാസകോശം ഹൃദയം തമ്മിൽ പരസ്പരം ചെയ്യുന്ന പണിയാണ്. ശുദ്ധരക്തം അല്ലെ, അശുദ്ധരക്തത്തെ ശുദ്ധരക്തമാക്കി മാറ്റുകയാണ്. ആ അശുദ്ധരക്തം ശുദ്ധരക്തമാക്കി മാറ്റം എന്താ നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ് പുറന്തള്ളുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നത്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തെടുത്ത് ഓക്സിജൻ വലിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് നമ്മുടെ ജീവിതമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിട്ട് ഓക്സിജനെ വലിച്ചെടുക്കുന്ന ഒരു ബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പച്ചപ്പുകളും വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ തന്നെ. അവയുടെ നിലനിൽപ്പ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ ഭക്ഷണം പ്രദാനം ചെയ്യുന്ന ഈ പച്ചപ്പ് മുഴുവനും നമുക്ക് ഭക്ഷണം പ്രദാനം ചെയ്യുന്ന നമ്മുടെ അരിയും നമ്മുടെ പഴങ്ങളും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ പച്ചപ്പ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആവശ്യമുള്ള ഓക്സിജനെ നിരന്തരമായി അന്തരീക്ഷത്തിൽ കൊടുക്കുന്ന ഒന്നായിട്ട് മാറുന്നു. നമുക്ക് ആവശ്യമുള്ള ചൂടിനെ, വലിയ തരത്തിലുള്ള ചൂടിനെ കുറച്ചുകൊണ്ടുവരാൻ സഹായിക്കുന്നു. വെള്ളത്തിനെ വലിച്ചെടുത്തത് മണ്ണിൽ ശേഖരിച്ച് അത് കിണറുകളിലേക്കും കുളങ്ങളിലേക്കും നമുക്ക് ആവശ്യമുള്ള കുടിവെള്ളമാക്കി മാറ്റുന്ന വലിയൊരു പ്രക്രിയയുടെ ഭാഗമായിട്ട് അത് പണിയെടുക്കും. നിരന്തരം ഇങ്ങനെ മനുഷ്യ സമൂഹത്തെയും ചരാചരങ്ങളെയും നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പച്ചത്തുരുത്തുകൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് ഈ നഗരത്തിന്റെ ശ്വാസകോശമായിട്ട് ഒരു എന്താണ് പാരിസ്ഥിതിക കവചമായിട്ട് ഇത്തരം പച്ചപ്പുകൾ നിലനിൽക്കണം എന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസവും ആഗ്രഹത്തിന്റെ പുറത്താണ് വിശ്വസിച്ച് ഞങ്ങൾ പഠിച്ചതും. അത് പുത്തൂരിലേക്ക് പോകുമ്പോൾ അത് ഒരു നഷ്ടവും പറ്റാതെ, ഒരു എന്താണ് മഴവിൻ്റെ ഒരു അംശം പോലും അവിടെ ഇരിക്കാതെ അത് പൂർണ്ണമായിട്ട് നിലനിൽക്കണം. അത് സുസ്ഥിരമായിട്ടുള്ള ഒരു നഗരത്തിന്റെ ഒരു ഗ്രീൻ സിറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, മറ്റു നഗരങ്ങളിൽ പോയി കഴിഞ്ഞാൽ, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നഗരത്തിലെ ഒരു പച്ചപ്പ് ഉണ്ടാവണം എങ്കിൽ അത് അവരുടെ മസ്റ്റാണ്. കാരണം ഗ്രീൻ സിറ്റീസുകളാണ് മനുഷ്യനെ ആ നഗരത്തിൽ നിർത്താൻ സഹായിക്കുന്ന ഒന്നായിട്ട് ഈ പച്ചപ്പുകൾ നിലനിൽക്കണം എന്നുള്ള വലിയ ഒരു എന്താണ് പ്ലാനിങ്ങിന്റെ ഭാഗമാണ് അവർ നിലനിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോ പച്ചപ്പുകളെയും വെട്ടിയിട്ടാണ് വലിയ അമ്പരതുമ്പികളായ കെട്ടിടങ്ങൾ നമ്മുടെ വികസനത്തിന്റെ അടയാളങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിപ്പൊക്കുന്നത്. പക്ഷെ അത് മനുഷ്യന്റെ നാശത്തിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പാണ് തിരിച്ചറിയുകയും ഇത്തരം അവശേഷിച്ച പച്ചപ്പുകളെ നമ്മുടെ ജീവന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഒരു മനുഷ്യ സമൂഹം സൂക്ഷിക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് നിലനിൽക്കാനുള്ള അവകാശം ഉണ്ടാവുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു എന്താണ് ഈ ചരാചരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ നമുക്ക് അടിയന്തരമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നഗരത്തിലെ ഓരോ മനുഷ്യനും വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒരു വലിയ സമരം തന്നെ ഒരു എന്താണ് ഇവിടെ നടക്കേണ്ടതുണ്ട്. ഓരോ വൃക്ഷങ്ങളും ഓരോ സസ്യങ്ങളും വികസനത്തിന്റെ അടയാളങ്ങളായിട്ട് പരികൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട്. ഒരു വികസനം എന്നുള്ളത് ഒരു വലിയ കെട്ടിടമല്ല, ഒരു മരം നിൽക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ വികസനത്തിന്റെ അടയാളമായിട്ട്. ഓരോ പച്ചപ്പുകളും വികസനത്തിന്റെ സുസ്ഥിരമായ നഗരത്തിന്റെ അടയാളങ്ങളായിട്ട് നിലനിർത്താനുള്ള വലിയൊരു പ്രവർത്തനത്തിലേക്ക് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.